പാലക്കാട് ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് സ്കൂളിലെ 9ാം ക്ലാസ്സുകാരിയുടെ ആത്മഹത്യയുടെ കാരണം പരിശോധിക്കുമെന്ന് സ്കൂൾ മാനേജ്മെന്റ്. സ്കൂളിൽ ഒരു പീഡനവും നടന്നിട്ടില്ല എന്നാണ് വിശദീകരണം. സ്കൂളിൽ പ്രതിഷേധം തുടരുകയാണ്. പ്രിൻസിപ്പലിന്റെ പ്രതികരണത്തിലേക്ക്. എൻ്റെ ഭാഗത്ത് നിന്ന് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്. കൊച്ചു മരിച്ചതിലൊക്കെ എനിക്ക് ഭയങ്കര വിഷമമാണ്. നമ്മൾ ഒരുപാട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പാരൻസ് ഒരുപാട് വേദനിക്കുന്നുണ്ടെന്നറിയാം. ഞങ്ങൾക്കറിയില്ല സാർ, എനിക്ക് അങ്ങനെ പറയാനായിട്ട്. ഡീഗ്രേഡ് ചെയ്തു പറഞ്ഞിട്ടില്ല. നമ്മൾ റീ എക്സാം എഴുതേണ്ടി വരും എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. റീ ടെസ്റ്റ് എടുത്തിട്ട് പിന്നെ അവരെ അടുത്ത ക്ലാസ്സിൽ അങ്ങനെ കയറ്റിയിടുക. അത് അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്യാറ്. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് ഇപ്പോൾ പാലക്കാട് നിന്ന്. ശ്രീജിത്ത്, കുടുംബത്തിന്റെ ആരോപണമുണ്ടല്ലോ, ഈ എന്തൊക്കെ വിശദീകരണങ്ങൾ നൽകുന്നുണ്ടോ സ്കൂൾ അധികൃതർ ഇപ്പോൾ? കുടുംബത്തിന്റെ ആരോപണം കൃത്യമായ രീതിയിൽ ഈ സ്കൂളിലെ അധ്യാപകർക്കെതിരായാണ്, മാനേജ്മെന്റിനെതിരായാണ്. അവർ ഏറ്റവും ഒടുവിൽ എടുത്തു പറയുന്നത് ഈ കുട്ടിക്ക് 1.5 മാർക്ക് മാത്സിൽ കുറവായതിനാൽ കൃത്യമായ രീതിയിൽ ഈ സ്കൂളിലേക്ക് വിളിച്ച് അധ്യാപകരും അതുപോലെ തന്നെ രക്ഷിതാക്കളും ചേർന്നൊരു മീറ്റിംഗ് നടത്തി. അവിടെ വെച്ച് ഈ കുട്ടിയെ കൊണ്ട് സ്വന്തം കൈപ്പടയിൽ തിരിച്ച് 8ാം ക്ലാസ്സിലേക്ക് മടങ്ങി പൊയ്ക്കൊള്ളാമെന്ന സ്വന്തം കൈപ്പടയിൽ എഴുതി വാങ്ങിയെന്ന ഗുരുതരമായ ആക്ഷേപമാണ്. പക്ഷേ മാനേജ്മെന്റ് അത് നിഷേധിക്കുകയാണ്. അത്തരത്തിലൊന്നും എഴുതി വാങ്ങിയിട്ടില്ല. എക്സാം നടത്തിയെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എക്സാം നടന്നിരുന്നു. ആ എക്സാം നടത്തുക മാത്രമാണ് ചെയ്തത്. അതിനുശേഷം ഷഫിൾ ചെയ്തിരുന്നു. ഈ മാർക്ക് കുറഞ്ഞ വിദ്യാർത്ഥികളെ ഷഫിൾ ചെയ്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മാർക്ക് കുറഞ്ഞ ആശിർ നന്ദ എന്ന വിദ്യാർത്ഥിയെ മറ്റൊരു ക്ലാസ്സിലേക്ക് മാറ്റി. അത് സത്യമാണ് എന്നാണ് പറയുന്നത്. അത് അത്തരത്തിൽ തന്നെയാണ് തങ്ങൾ നടത്താറുള്ളത്. തങ്ങളുടെ PTA മിനിറ്റ്സിൽ അതുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ നമുക്കൊരു PTA മിനിറ്റ്സ് ലഭിച്ചിട്ടുണ്ട്. അതിൽ പക്ഷേ അത് പറയുന്നില്ല. അത് രക്ഷിതാക്കളടക്കം അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. SFI നേതാക്കളടക്കം ഇപ്പോഴും തുടരുക. നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടന, പുറത്ത് MSF നേതാക്കളുണ്ട്, അകത്ത് കോൺഗ്രസ് നേതാക്കളുണ്ട്, SFI നേതാക്കളും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതേപോലെ വിദ്യാർത്ഥി നേതാക്കളോടൊക്കെ ഇവിടുത്തെ വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ അവരുടെ വിഷമവും സങ്കടവും ഒക്കെ അറിയിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. സമാനമായ രീതിയിൽ പല കുട്ടികളും പരാതിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മാനേജ്മെന്റ് ഒരു വിശദീകരണം അതാണ്, തങ്ങൾ അത്തരത്തിലൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. എന്തായാലും അധ്യാപകർക്കും അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കുമൊക്കെ കുറേ അധികം കാര്യങ്ങൾ ഈ വിഷയത്തിൽ പറയാനുണ്ട്. പക്ഷേ അവർ തുറന്നൊന്നും തന്നെ സംസാരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. എന്തായാലും സ്കൂളിനകത്ത് ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ബെല്ലടിച്ച് സ്കൂൾ വിട്ടിട്ടും ഒരുപാട് വിദ്യാർത്ഥികൾ ഇപ്പോഴും ഇവിടെ തന്നെ നിൽക്കുന്ന ഒരു കാഴ്ച. ഒരു പാരന്റാണ്, ഇവിടുത്തെ പാരന്റാണ്. എത്ര ക്ലാസ്സിൽ? 6 കുട്ടികൾ ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പം 2 ചെറിയ കുട്ടികൾ പഠിക്കുന്നുണ്ട്, 5ലും 7ലും. എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ വർഷം എൻ്റെ 4 പഠിക്കുന്ന കൊച്ചിന്, പെങ്കൊച്ചാണ്. ആ കൊച്ചിനെ കഴിഞ്ഞ വർഷം സിസ്റ്റർ കാല് പിടിപ്പിച്ചു. അപ്പോൾ ഞാൻ ഈ കാര്യത്തിൽ ഞാൻ അറിഞ്ഞില്ലായിരുന്നു. കൊച്ചു വീട്ടിൽ വന്നു കഴിയുമ്പോൾ വളരെ മോശമായിട്ട് പോയി. ഇങ്ങനെ കണ്ടീഷൻ വളരെ മോശം. കൊച്ചു രാത്രി ഉറങ്ങുന്നില്ല, ഭയങ്കര പ്രശ്നം. അപ്പോൾ ഞാനിവിടെ അന്വേഷിച്ചപ്പോഴാണ് ഇവിടുന്ന് തന്നെ ഒരു ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചിനെ കൊണ്ട് ഇങ്ങനെ അവനെ മെൻ്റലി ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്തിട്ടുണ്ട്, ഒരു ചെറിയ തെറ്റിൻ്റെ പേരിലാണ്. അപ്പോൾ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ സിസ്റ്റർ ജെസ്സിയും സിസ്റ്റർ ജോയ്സിയും കൂടെ എന്നോട് വളരെ മാന്യമായിട്ട് അവർ മാന്യമായിട്ടാണ് പറയുന്നത്. മിനിറ്റ്സിൽ ഇത്തരത്തിൽ ഷഫിൾ ചെയ്യണമെന്നുള്ള നിർദ്ദേശമുണ്ടോ? പഠന നിലവാരം കുറഞ്ഞ ഇല്ല. ഇത്ര നിങ്ങൾ PTA ഭാരമായി ഉണ്ടായിരുന്നു കഴിഞ്ഞ വർഷം. ഒരു കൊച്ചിന്റെ മാനസികാവസ്ഥ, അവർ കടന്നു വരുന്ന വഴികൾ, അവരുടെ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ പലരും പലതാണ്. ഒരു കൊച്ചിന്റെ ബുദ്ധിയിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്. അതൊക്കെ മനസ്സിലാക്കാൻ ടീച്ചേഴ്സിന് സാധിക്കണം കുറച്ചൊക്കെ. അവർക്ക് പറയുന്നത് പേരെന്ന്? എൻ്റെ പേര് പ്രീതി. അതാണ്. ഇത്തരത്തിലുള്ള പാരൻസ് നിരവധി വന്ന് പരാതികൾ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. ജില്ലാ കളക്ടർ റിപ്പോർട്ട്, നമ്മുടെ വാർത്ത വന്ന ഉടൻ തന്നെ ജില്ലാ കളക്ടർ ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് ആ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഇവിടെ DO ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥരെത്തി അവർ കൃത്യമായ രീതിയിൽ ഒരു പരിശോധന നടത്തി തെളിവെടുത്ത് മടങ്ങിയിട്ടുണ്ട്. ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് മണ്ണാർക്കാട് DO ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ, DO അടക്കം ഇവിടെ എത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്, ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും പ്രതിഷേധം തുടരുന്നുണ്ട്. അതിനിടയിൽ ഈ ഷഫിളിംഗ് എന്ന തീരുമാനം തങ്ങൾ മാറ്റി എന്ന തരത്തിൽ ഇവിടെ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോഴും വിദ്യാർത്ഥികൾ അതിനെ കൂവി വിളിച്ചായിരുന്നു പ്രതിഷേധിച്ചിരുന്നത്. എന്തായാലും ആശിർ നന്ദയുടെ അവസ്ഥ ഇനി മറ്റൊരു കുട്ടിക്ക് വരരുത് എന്നാണ് കൃത്യമായ രീതിയിൽ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളടക്കം. അല്പസമയത്തിനകം MSFന്റെ ഒരു മാർച്ച് ഇവിടേക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ അധ്യാപകർ പറയുന്നത് തങ്ങൾക്ക് ഈ വിഷയത്തിൽ യാതൊരു പങ്കുമില്ല, അത്തരത്തിലൊരു മാനസിക പീഡനം നടന്നിട്ടില്ല എന്നൊരു വിശദീകരണമാണ് നടത്തുന്നത്. എന്തായാലും DO ഓഫീസിലെ ജീവനക്കാർ ഈ വിഷയത്തിൽ റിപ്പോർട്ട് കളക്ടർക്ക് നൽകും. കളക്ടർ അത് ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിന്, വിദ്യാഭ്യാസ മന്ത്രിക്ക് സമർപ്പിക്കുമെന്നാണ് അറിയുന്നത്. എന്നാലും പ്രതിഷേധം ഇപ്പോഴും സ്കൂളിനകത്ത് തുടരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഉന്മേഷ്. ശ്രീജിത്ത് ശ്രീകുമാറിനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.